അല്ല നിങ്ങൾ അറിഞ്ഞ സർക്കാർ സപ്ലൈകോ വഴി 30 രൂപയ്ക്ക് അരി കൊടുക്കണം. കേന്ദ്ര സർക്കാർ 29 രൂപയ്ക്ക് ഭാരത് റൈസ് എന്ന് പറഞ്ഞ് നേരത്തെ അരി കൊടുത്തു. അതിന് പകരമായി നമ്മുടെ സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന അരിയാണ് കേരള. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരും കൂടി കുറഞ്ഞ വിലയ്ക്ക് അരി കൊടുക്കാൻ മത്സരിക്കണമെന്ന ജനങ്ങളുമായി ഇവർക്ക് ഇത്രയും സ്നേഹമാണ്. തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരെയല്ലേ? ഇനിയുള്ള ദിവസം സ്നേഹം കൊണ്ട് വല്ലാതെ അങ്ങ് വീർപ്പ് മുട്ടിക്കും. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി വീണ്ടും സ്വാഹ. ഈ പറയണ അരിയും കാണില്ല, കുരിയും കാണില്ല. ഈ സ്നേഹപ്രണത്തിന്റെ ഭാഗമായിട്ടായിരിക്കും 6 മാസം കൊണ്ട് മുണയിൽ കിടന്ന ക്ഷേമ പെൻഷന്റെ ഒരു ഗഡു ഈ മാസം കൊടുക്കാന്ന് പറയണം. അത് തന്നെ പാവങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കിട്ടാൻ കൂടി തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കണമെന്ന അവസ്ഥയിൽ. നീ വേറൊരു കാര്യം അറിഞ്ഞാൽ റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരുന്ന ഗ്യാസിന്റെ വില കഴിഞ്ഞ ആഴ്ച 100 രൂപ കുറച്ചു. അപ്പൊ അവർക്ക് കൊടുക്കാനും അറിയാം, അതേപോലെ കുറയ്ക്കാനും അറിയാം. തെരഞ്ഞെടുപ്പ് വരണമെന്ന് അതായത് 5 വർഷത്തോളം ഭരിക്കണ ഇവര് തെരഞ്ഞെടുപ്പ് നടക്കാൻ 2-3 മാസമാണ് നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്യണത് ആ സമയത്താണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കിറ്റ് വല്ലതും കൊടുക്കുവന്ന ആ നമ്പർ ഇനി ഏക്കാത്തത് കൊണ്ട് മിക്കവാറും കൊടുക്കാൻ സാധ്യത കുറവാണ്. ഇല്ലെങ്കിൽ കടം വാങ്ങിച്ചെങ്കിലും കിറ്റ് കൊടുത്താൽ. കടം കിട്ടിയിട്ട് വേണം. കടം കിട്ടാനല്ലേ സുപ്രീം കോടതി വരെ കയറി ഇറങ്ങി നടക്കണം. കിട്ടിയാലും മൂക്കി വലിക്കാൻ പോലും ഇല്ലെന്നാണ് പറയുന്നത്. ഈ മരപ്പട്ടി ഒഴിച്ച മൂത്രം കഴിവാൻ 4 ലക്ഷം രൂപ എങ്ങനെ തികയൂ? പാവങ്ങൾ കൊടുക്കുന്ന നികുതി പണം എടുത്താണ് ഇങ്ങനെയൊക്കെ ചെലവാക്കണം എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മരപ്പട്ടി ആ ഭാഗത്ത് പോയി മൂത്രം പോലും ഒഴിക്കില്ല. മരപ്പറ്റി മൂത്രം ഒഴിച്ചുകൊണ്ട് കൊള്ളാം. വല്ല ആന മൂത്രം ഒഴിവായിരുന്ന എത്ര ലക്ഷം രൂപ ചെലവാക്കിയെന്നാണ്. കാട്ടിലെ തടി തേവരുടെ ആന, വലിയടാ ബലി. വലിഞ്ഞു ഇനി വലിയാവുന്നുമില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോഴേ ഇവരൊക്കെ കൊണ്ട് ഓർത്ത് കുത്തിക്കണം. നമ്മളെ പറഞ്ഞാൽ മതിയല്ല. നമ്മുടെ ഈ ചുമരുണ്ടല്ലോ, എത്രത്തോളം തേക്കണോ അത്രത്തോളം നന്നായിട്ടിരിക്കും. അതുപോലെയാണ് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ കാര്യം. എത്രത്തോളം ജനങ്ങളെ തേക്കണോ അത്രത്തോളം നന്നായിട്ടിരിക്കും അവരുടെ കുടുംബം. മനസ്സിലായോ?